ഇനിയും കടിച്ചു തൂങ്ങിക്കിടക്കാൻ മാത്രം ഞങ്ങളോടൊപ്പമോ പൊതുസമൂഹത്തോടൊപ്പമോ എന്തിന് സാധാരണക്കാരായ തൊഴിലാളി വർഗത്തോടൊപ്പമോ നിൽക്കാത്ത പിണറായി വിജയൻ എന്ന ഒറ്റക്കൊമ്പൻ മാത്രം ഭരിക്കുന്ന CPM നയിക്കുന്ന മുന്നണിയിൽ തുടരുന്നതിൽ യാതൊരു മേന്മയുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDFിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ CPI മുന്നണി വിടാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിലുള്ള ശക്തമായ സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭയിൽ പിണറായി വിജയൻ്റെ വലതുവശത്ത് പ്രതിപക്ഷ ഉപനേതാവിനായി ഒരു കസേര മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ കളി ഇനി കാര്യമായി മാറുമെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണ തുടർച്ച നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങേണ്ടി വന്നതിന് പിന്നാലെ മുന്നണിയിൽ KM മാണിയുടെ കേരള കോൺഗ്രസിനെ കൂടെ നിർത്താൻ CPM പാടുപെടുമ്പോഴാണ് ഇടതുകോട്ടയിലെ വൻമരമായ CPI പടിയിറക്കത്തിൻ്റെ കൃത്യമായ സൂചനകൾ നൽകുന്നത്. ഇത് LDF എന്ന മുന്നണിക്ക് ഏൽക്കുന്ന ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. ഘടകകക്ഷികളായ വലിയ നേതാക്കളെയെല്ലാം കൂടെ കൂട്ടി ഞാനല്ലാതെ മറ്റാര് എന്ന് ചോദിച്ച അഹങ്കാരത്തോടെയാണ് പിണറായി വിജയൻ മൂന്നാം ഊഴത്തിനായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയിൽ 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, ഇന്ന് ഭരണത്തിൽ നിന്ന് പുറത്തായി പ്രതിപക്ഷ കസേരയിൽ വന്നിരിക്കേണ്ട ദുരവസ്ഥയിലേക്കാണ് CPM എത്തി നിൽക്കുന്നത്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ KN ബാലഗോപാൽ അടക്കമുള്ള മുതിർന്ന CPM നേതാക്കൾ പോലും പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ വായ തുറക്കണമെന്നും തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവശ്യമുയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകുമ്പോൾ തീർച്ചയായും CPI തങ്ങൾക്ക് അർഹതപ്പെട്ട കസേരയും പദവികളും ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ജനകീയ മുഖമായിരുന്ന CPIയെ നിരന്തരം അവഗണിച്ചതിനും പിണറായി വിജയൻ്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കും മുന്നണിയിൽ ഇനി വഴങ്ങില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിൽ ഉള്ളത്. ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലും മുന്നണിയെ തകർച്ചയിലേക്ക് നയിക്കുമ്പോഴും പിണറായി വിജയൻ തൻ്റെ ശൈലി മാറ്റാൻ തയ്യാറാകാത്തതാണ് CPIയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ കാവലാളുകൾ തങ്ങളാണെന്ന് വിശ്വസിക്കുന്ന CPIക്ക് CPMൻ്റെ വല്യേട്ടൻ മനോഭാവവും തോൽവിക്ക് ശേഷം തുടരുന്ന അഹങ്കാരവും ഇനി സഹിക്കാനാവില്ല. ഈ പ്രതിസന്ധികൾ അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ സർക്കാരിനെതിരെയും മുന്നണിക്കെതിരെയും ഒറ്റയ്ക്ക് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് CPIയുടെ അന്തിമ തീരുമാനം. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയം, PM ശ്രീ പദ്ധതി തുടങ്ങിയ നിർണായക കാര്യങ്ങളിൽ CPM നിലപാടിനോട് യാതൊരു കാരണവശാലും യോജിക്കാനാകില്ല എന്ന് CPI പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് വിഴിഞ്ഞം വിഷയത്തിൽ CPMനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് തനിച്ച് സമരത്തിനിറങ്ങാനാണ് CPI ലക്ഷ്യമിടുന്നത്. ഈ വിവാദ വിഷയങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ LDF കൺവീനർ അഭ്യർത്ഥിച്ചെങ്കിലും CPI നിർവാഹക സമിതി യോഗത്തിൽ അംഗങ്ങൾ കടുത്ത അമർഷമാണ് CPMനെതിരെ രേഖപ്പെടുത്തിയത്. നിയമസഭയിലെ ഉപനേതാവ് പദവി CPIയുടെ അർഹമായ അവകാശമാണെന്നും അത് നൽകാതെ CPMന് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്നുമാണ് നേതാക്കളുടെ പൊതുവികാരം. LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ CPI തീരുമാനിച്ചതും CPMനുള്ള ശക്തമായൊരു താക്കീതാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഉൾപ്പെടെയുള്ള അർഹമായ രാഷ്ട്രീയ പരിഗണന നൽകിയില്ല എങ്കിൽ മുന്നണി ബന്ധം തന്നെ അവസാനിപ്പിക്കാൻ മടിക്കില്ലെന്ന CPIയുടെ ഈ നീക്കങ്ങൾ LDFൻ്റെ ആധിപത്യം തകരുന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്.